പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കും. നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഈ 2026 പ്രാരംഭ മാസത്തിൽ പ്രാരംഭ ദിനങ്ങളിൽ തന്നെ ദൈവിക വാഗ്ദത്തങ്ങളും ദൈവം പറഞ്ഞ പ്രവചന ശബ്ദങ്ങളും നമ്മളേവരുടെ മേലും നിവർത്തീകരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം എവിടെ തകർന്നു പോയോ അവിടെ തന്നെ ഒരു വലിയ വളർച്ച തരാൻ, ഒരു ഉയർച്ച തരാൻ കഴിയുന്നൊരു ദൈവം. എവിടെയാണോ നാം പരാജയപ്പെട്ടു പോയത്, ഇനിയും അവിടെ നിന്നൊരു ഉയർച്ച, ഒരു വിജയമുണ്ടാകും എന്ന സംശയത്തിനകത്ത് നാം വേദനപ്പെട്ടിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് തിരുവചനങ്ങളിലൂടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്. അതിനു ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി. ഏവർക്കും വളരെ പരിചിതമേറിയ ഒരു തിരുവചന ഭാഗമാണ് വായിച്ചു കേൾക്കുവാനിടയായിത്തീർന്നത്. വളരെ പരിചിതമുള്ള ഒരു ജോലി, ഏറെക്കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് പത്രോസ്, ശിമോൻ പത്രോസ്. എന്നാൽ ഗന്നസരേത്ത് തടാകത്തിൽ അന്നേ ദിവസം താൻ ഒരു വലിയ പരാജയം, വലിയ തകർച്ച നേരിട്ട് നിൽക്കുകയാണ്. എത്ര അധ്വാനിച്ചിട്ടും എത്ര പരിശ്രമിച്ചിട്ടും ഫലം പരാജയമെന്ന് മാത്രം വെളിപ്പെട്ടു നിൽക്കുമ്പോൾ അവിടെ ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അധ്വാനങ്ങൾ മുഴുവനും, നമ്മുടെ പരിശ്രമങ്ങൾ മുഴുവനും പരാജയത്തിൻ്റെ പടുകുഴിയിൽ ചെന്ന് അവസാനിപ്പിക്കുമ്പോൾ ഞാനൊരു വൻ പരാജയമാണല്ലോ, ഞാൻ എന്താ ഇങ്ങനെ അനുഭവിക്കാനുള്ള കാരണം, എൻ്റെ കുടുംബത്തിനകത്തു മാത്രം എന്താ ഇങ്ങനെയുള്ള അവസ്ഥകൾ മാറാതെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ടും ദൈവസന്നിധിയിൽ നിന്നിട്ടും ഇതിനൊരു ഭേദമുണ്ടാകുന്നില്ലല്ലോ എന്ന് വളരെ വേദനയോടിരിക്കുന്ന വ്യക്തിയെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, ആ പരാജയത്തെ, ആ തകർച്ചയെ വൻ ഉയർച്ചകളായി, വൻ വിജയങ്ങളാക്കി മാറ്റാൻ സർവശക്തിയുള്ള ദൈവത്തിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. അതേ ഇവിടെ ഗന്നസരേത്ത് തടാകത്തിൽ തൻ്റെ പരിചയങ്ങൾ മുഴുവനും പരാജയപ്പെട്ടു നിൽക്കുന്നൊരു പത്രോസിനെ നമുക്ക് കാണാൻ കഴിയും. പത്രോസിനോട് ചോദിച്ചാൽ പത്രോസിന് പറയാൻ കഴിയും, എനിക്ക് ഈ തടാകത്തിൻ്റെ ആഴമറിയാം, എനിക്ക് ഈ തടാകത്തിൻ്റെ നീളമറിയാം, വീതി അറിയാം, മീൻ കിട്ടുന്ന സമയമറിയാം, മീൻ കിട്ടുന്നത് എവിടെയാണെന്നറിയാം എന്ന് പറഞ്ഞാൽ A to Z നല്ലതുവണ്ണം പഠിച്ച അല്ലെങ്കിൽ അറിയാവുന്നൊരു വ്യക്തി വളരെയേറെ പരാജയപ്പെട്ടു നിൽക്കുന്നൊരു കാഴ്ചയാണ് ആ ഗന്നസരേത്ത് തടാകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ആ ഗന്നസരേത്ത് തടാകത്തിൽ ഇനി എങ്ങനെ വീട്ടിലേക്ക് മടങ്ങിപ്പോകും? ഒരു രാത്രിയുടെ അധ്വാനങ്ങൾ മുഴുവനും വട്ടപൂജ്യമെന്ന വണ്ണം, ബിഗ് സീറോ എന്ന വണ്ണം ആക്കി തീർത്ത ഒരു രാത്രി അവരുടെ മുമ്പിൽ വല്ലാത്ത ശോചനീയാവസ്ഥകൾ അല്ലെങ്കിൽ വേദനാജനകമായ അവസ്ഥകൾ കൊണ്ടിടുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവിടുത്തെ വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന യേശു ശീമോനുള്ളതായ ഒരു പടകിലേക്ക് യേശു കയറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം, നമ്മുടെ പരാജയം കണ്ട് പലരും അവനാ ഗതി വന്നുപോയല്ലോ, അവനാ അവസ്ഥ വന്നുപോയല്ലോ, എന്നാലും അങ്ങനെ വന്നുപോയല്ലോ എന്ന് ചോദിച്ച് നിൽക്കുന്നവരുടെ കൂട്ടത്തിലല്ല യേശു നിൽക്കുന്നത്. യേശു പരാജയപ്പെട്ടവൻ്റെ പടകിലേക്ക് കയറുന്നവനാണ്. പരാജയപ്പെട്ട പടകിലേക്ക് കാലെടുത്തു വെക്കുന്നവനാണ് യേശു. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നോക്കി ഞാനൊരു ദൂത് കൈമാറാം. അങ്ങിപ്പോൾ ഏത് അവസ്ഥയിലും ആയിരിക്കട്ടെ, ഏത് വിഷയത്തിൻ്റെ മുഖത്തും ഭാരപ്പെട്ടുകൊണ്ടിരിക്കട്ടെ, അങ്ങയുടെ പടകിലേക്ക് കടന്നു വരുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയുമെന്ന്
ഇന്ന് ഈ സന്ദേശത്തിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യും. ശീമോനുള്ളതായ പടകിലേക്ക് യേശു കയറുകയാണ്. ആ പടകിലേശു കയറിയിട്ട് ദൈവവചനത്തെ അവരോട് സംസാരിക്കാൻ തുടങ്ങി. ദൈവവചനത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ ദൈവവചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും മറുസൈഡിൽ ശീമോൻ്റെ ഹൃദയത്തെ ആയതുപോലെ അറിഞ്ഞൊരു ദൈവം. സ്തോത്രം. ശീമോൻ്റെ ഹൃദയത്തിനകത്തെ വേദന, കഴിഞ്ഞൊരു രാത്രി മുഴുവൻ എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്, എന്താ ഇത്രയേറെ പരിശ്രമിച്ചിട്ട് എനിക്കൊരു ഫലം കാണാൻ കഴിയാത്തൊരവസ്ഥ വന്നത് എന്ന വളരെ വേദനയോടിരിക്കുന്ന അതേ പത്രോസിനെ കണ്ടിട്ട് യേശു കർത്താവ് പത്രോസിനോട് പറയുന്നൊരു പദമുണ്ട്. സ്തോത്രം. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ. ദൈവത്തിന് സ്തോത്രം. ഈ ആഴത്തിലേക്ക് നീക്കി വലയിറക്കാൻ പറയുമ്പോൾ പത്രോസിന് ഒരു മറുചോദ്യമുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ ഒത്തിരി ആഴത്തിലേക്ക് വലയിറക്കി മീൻ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചതാണ്, ഞങ്ങളേവരും പരാജയപ്പെട്ടു നിൽക്കുകയാണ്. എന്നാൽ പത്രോസിൻ്റെ മറുപടി, അപ്പാ നാഥ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു എന്നുള്ളൊരു സത്യമാണ്. എങ്കിലും നീ പറഞ്ഞ വാക്കിന് മുൻപിൽ, നീ പറഞ്ഞ ആ വാക്കിന് മുമ്പിൽ ഞങ്ങൾ അത് ചെയ്യാൻ തയ്യാറാണെന്നുള്ള തീരുമാനത്തിൽ കഴിഞ്ഞ രാത്രിയിലെ തൻ്റെ പരിശ്രമത്തിന് ഫലം കാണത്തക്ക നിലയിൽ ദൈവപ്രവൃത്തി അവിടെ ചലിക്കുവാൻ തുടങ്ങി. ഇന്ന് ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില കുടുംബങ്ങൾക്കകത്ത്, ചില വ്യക്തിപരമായ ജീവിതങ്ങൾക്കകത്ത്, ചില തലമുറകളുടെ മേൽ ഒത്തിരി പരാജയങ്ങൾ മാത്രം കണ്ട് ഈ ജീവിതം പരാജയം മാത്രം അനുഭവിക്കാനാണെന്ന് വിധി പറഞ്ഞു നിന്ന ചില വിഷയങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, സ്തോത്രം, നാം ചിന്തിക്കാത്ത നിലയിൽ, നാം ആലോചിക്കാത്ത നിലകളിൽ നമ്മെ വിജയത്തിലേക്ക് എത്തിക്കാൻ, നമ്മെ സ്തോത്ര ഉയർച്ചയിലെത്തിക്കാൻ കരുത്തുള്ള കഴിവുള്ളൊരു ദൈവത്തിൻ്റെ കരം ചലിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. 6-ാം വാക്യത്തിൽ അതിൻ്റെ ഫലം കാണുന്നു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, കർത്താവിന് എന്താണ് നമ്മളോട് സംസാരിക്കാനുള്ളത്? നാം കർത്താവിൻ്റെ സന്നിധിയിൽ എങ്ങനെയാണ് നിൽക്കേണ്ടത്? കർത്താവിൻ്റെ വാക്കിന് മുമ്പിൽ എങ്ങനെ അനുസരിക്കാൻ കഴിയും? ഇന്ന് എൻ്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാർത്ഥതയോടെ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പാ, എന്നോട് സംസാരിക്കണം. ഞാനൊരു പരാജയമാണെന്ന് പലരും പറഞ്ഞു. എന്തിനേറെ പറയുന്നു, എൻ്റെ ഹൃദയം എന്നോട്, എൻ്റെ മൈൻഡ് എന്നോട് പറയുന്നു, നീ ഒരു പരാജയപ്പെട്ടവളാണെന്ന് പറയുമ്പോഴും അങ്ങ് എന്നോട് സംസാരിക്കുന്നത് പോലെ ചെയ്യാൻ, അങ്ങയുടെ ഇഷ്ടം പോലെ ചെയ്യാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാൻ കഴിയുമെങ്കിൽ ഇതുവരെ കണ്ട ചില തകർച്ചകളെ, ഇതുവരെ കണ്ട ചില പരാജയങ്ങളെ വൻ വിജയങ്ങളാക്കി മാറ്റാൻ, വൻ ഉയർച്ചകളാക്കി മാറ്റാൻ കഴിയുന്നൊരു ദൈവത്തിൻ്റെ കരം ചലിക്കുന്നുണ്ട്. വളരെ പ്രാർത്ഥനയോടെ, ദൈവാശ്രയ ബോധ്യത്തോടെ, ദൈവത്തിൻ്റെ തന്നെ സാന്നിധ്യത്തിൽ താഴ്ത്തിയേൽപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.